എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് നിങ്ങളെ ബ്രാൻഡിൻ്റെ പേരാണ് ഫുൾവ. അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്ത് എനിക്ക് ഓൾറെഡി ഫുൾവ എങ്ങനെ വന്നത് എന്നുള്ളത്. ഏകദേശം ഫുൾ അലുവ എന്നുള്ളൊരു കോൺസെപ്റ്റ് മൈൻഡിലേക്ക് വന്നു. അപ്പം ഈ ഫുൾ അലുവന്റെ FUL എന്നുള്ളത് നോട്ട് ചെയ്തു. അതുപോലെ അലുവന്റെ ലാസ്റ്റ് VA എന്നുള്ളത് നോട്ട് ചെയ്തു. അവിടെ എന്തേലും ആ ഒരു അനുഭവം എന്തേലും അലുവന്റെ അനുഭവം എന്താണ്? കോഴിക്കോട് അത്രയും കാലം എന്തായിട്ട് പോലും കോഴിക്കോട് അലുവന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാകാൻ വേണ്ടി കശ്മീർ വരെ പോകേണ്ടി വന്നു. ആ ഒരു സമയത്ത് എനിക്ക് മനസ്സിൽ വന്നു ഇതിന് എന്താണെന്നില്ല, നമ്മളിതുവരെ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ഇത്ര യൂണിക്നെസ് ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്താണ് ഇപ്പൊ ഇതിന്റെ പ്രത്യേകത ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പൊ മൈൻഡില് കൂടുതലായിട്ട് അതിനെ കുറിച്ച് ഇങ്ങനെ ചിന്ത വരാൻ തുടങ്ങി. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ദ റഹ്മാൻ എഫക്ട് പോഡ്കാസ്റ്റ്. ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ ഗസ്റ്റാണ് നമ്മുടെ കോഴിക്കോടത്തെ യങ്സ്റ്റേഴ്സായ ഫുൾവ എന്ന കമ്പനീൻ്റെ ഹലുവ വിൽക്കുന്ന ആൾക്കാർ. ഇവർ ഹലുവ നമ്മുടെ നാടൻ പരിപാടിയിൽ നിന്നും ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. റീസെൻ്റ്ലി ഇവർ നല്ലപോലെ സോഷ്യൽ മീഡിയാസിലും വൈറലാവുന്നുണ്ട്. നമ്മുടെ പോഡ്കാസ്റ്റിൽ നമുക്ക് 4 പേരെയും നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. ഫുൾവ ഞാൻ ഫസ്റ്റായിട്ട് കേൾക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കൊളീഗ് ഉണ്ട്, അവരാണ് എനിക്ക് നിങ്ങളെ ഈ ഒരു ക്ലിപ്പ് എനിക്ക് അയച്ചു തരുന്നത്. ക്ലിപ്പല്ല, ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റോറീസിൽ വരുന്നത് നിങ്ങൾ ഒരു ഫോട്ടോ ഉണ്ട്, അതാണ് എനിക്ക് അയച്ചു തരുന്നത്. എന്നിട്ട് അവനോട് സജസ്റ്റ് ചെയ്ത് ഇവരെ എൻ്റെ പോഡ്കാസ്റ്റിലേക്ക് ഇനി കൊണ്ടുവരികയാണെങ്കിൽ വളരെ ഒരു നല്ലൊരു പരിപാടിയായിരിക്കും. കാരണം ഇവരെല്ലാവരും യങ്സ്റ്റേഴ്സാണ്. അപ്പോൾ സ്റ്റാർട്ടപ്പിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു റൈറ്റായിട്ടുള്ള കാര്യം ചെയ്തതിനെ കൊണ്ട് ഇരിക്കുമല്ലോ ഇങ്ങനത്തെ ഒരു നമ്മൾ ഇന്നോവേറ്റീവ് അല്ല, ഒരു പഴയൊരു സംഭവമായ ഹലുവ വിൽക്കുന്നത് ഒരു പുതിയൊരു രീതിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റിയത്. എങ്ങനെയാണ് ഈ ഒരു ഹലുവ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓൺലൈനിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു പാത്ത് എങ്ങനെയായിരുന്നു? ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട്ടുകാരനാണ്, 4 പേരും കോഴിക്കോട്ടുകാരാണ്. നമുക്കറിയാം കോഴിക്കോട് ഹലുവ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. നമ്മൾ കോഴിക്കോട് എന്ന് പറയുമ്പോൾ കോഴിക്കോട് ഹലുവ അങ്ങനെയാണ്. അപ്പോൾ കോഴിക്കോട് ഹലുവയിലേക്ക് എത്താനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് പാത്ത് തന്നെയാണ്, ലൈഫ് ജേണി തന്നെയാണ്, നമുക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളാണ്. അപ്പം ഏതൊരു കോഴിക്കോട്ടുകാരനാണെങ്കിലും അവര് വേറെ നാട്ടിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സുകളെ കാണുമ്പോഴോ ഒക്കെ അവർ ആദ്യം അല്ലെങ്കിൽ സെക്കൻഡ് ടൈം അവരോട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഹലുവ കൊണ്ടുവരണം, അല്ലെങ്കിൽ കോഴിക്കോട് ഹലുവ നിങ്ങളുടെ നാട്ടിലില്ലേ, അങ്ങനെ അതിനെ കുറിച്ചൊക്കെയുള്ള സംസാരമാവും. ഭക്ഷണത്തിനെ കുറിച്ചാവും അധികം ഉണ്ടാവും. അറിയാലോ കോഴിക്കോട് ഭക്ഷണത്തിനെ കുറിച്ചൊക്കെ അറിയാം. ഞാനും കോഴിക്കോട്ടുകാരനാണ്. അത് ചോദിക്കാൻ നിങ്ങൾ കോഴിക്കോട് സ്ലാങ് കറക്റ്റ് കോഴിക്കോട് ഞാൻ കല്ലായി. അതെ. അതുപോലെ കുറച്ച് റീസൺസ് ആണ് നമുക്ക് ഹലുവ എന്നുള്ള ഒരു ഇത് ചൂസ് ചെയ്യാനുണ്ടായ കാരണങ്ങള്. എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് നിങ്ങളെ ബ്രാൻഡിൻ്റെ പേരാണ് ഫുൾവ. അപ്പോൾ ഞാൻ സനൂര് ചോദിച്ചു നമ്മൾ ഒരു കേൾക്കാത്ത വേർഡാണ് ഈ ഫുൾവ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ആ ഒരു ബ്രാൻഡ് നെയിം കിട്ടിയത് എന്നുള്ളത്. കാരണം അറ്റ്ലാസ്റ്റ് നിങ്ങൾ പ്രൊഡക്റ്റ് പോകുമ്പോൾ മെയിനായിട്ട് നിങ്ങളെ ബ്രാൻഡ് നെയിം ആണല്ലോ നോക്കുക. അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്ത് എനിക്ക് ഓൾറെഡി ഫുൾവ എങ്ങനെ വന്നത് എന്നുള്ളത്. അതെങ്ങനെയാണെന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യോ? സത്യം പറഞ്ഞാൽ നമ്മള് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മള് സംഭവം തുടങ്ങാമെന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മള് മീറ്റിംഗ് ഇരിക്കാൻ വേണ്ടി 3 ആളും മീറ്റിംഗ് ഇരിക്കുക. അപ്പം ഫുള്ള് കാര്യങ്ങൾ റെഡി ആയി, നമ്മൾ ബുക്കൊക്കെ എടുത്തിട്ടാണ് മീറ്റിംഗിൽ ഇരിക്കല്. അപ്പം ബോക്സിന്റെ ഡൈയും കാര്യങ്ങളൊക്കെ വരച്ച് ഇത്ര വെറൈറ്റി ഇന്ന സംഭവമൊക്കെ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ബാക്കിന്റെ പുറത്തുണ്ട് ബ്രാൻഡ് നെയിമാണ്. ബ്രാൻഡ് നെയിം എന്താണെന്നുള്ള നമ്മളിങ്ങനെ 3-4 ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കുക. അപ്പം ഓരോരുത്തരോരോ പേര് ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ ഓരോരോ പേര് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് എന്റെ മൈൻഡിലേക്ക് ഒരു സാധനമുണ്ട്. കാരണം നമ്മളെ ഇതിൽ 24 വെറൈറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ ഈ 24 വെറൈറ്റീസ് ഏകദേശം ഫുൾ അലുവ എന്നുള്ളൊരു കോൺസെപ്റ്റ് മൈൻഡിലേക്ക് വന്നു. അതിന് ഈ ഫുൾ അലുവ ഞാൻ ബുക്കിൽ എഴുതി, എന്നിട്ട് ഒരു കാണിച്ചു ഫുൾ അലുവ എന്നുള്ള പേരിൽ നമുക്ക് എന്തെങ്കിലും പുതിയ പേര് ആഡ് ചെയ്തോളൂ. ഐ മീൻ ഇങ്ങനെ ആ നെയിം വെച്ചിട്ട് നമുക്ക് ബ്രാൻഡ് നെയിം തുടങ്ങിക്കൂടെ എന്നുള്ളതിലേക്ക് അങ്ങനെ ഓരോരുത്തരും ഒരു സജഷൻ പറഞ്ഞു. അപ്പം ഈ ഫുൾ അലുവന്റെ FUL എന്നുള്ളത് നോട്ട് ചെയ്തു. അതുപോലെ അലുവന്റെ ലാസ്റ്റ് VA എന്നുള്ളത് നോട്ട് ചെയ്തു. അങ്ങനെ ഫുൾവ പേര് അങ്ങനെയാണ് ഉണ്ടായത്. സത്യം എനിക്ക് കറക്റ്റ് ഏറ്റവും കൂടുതൽ നിങ്ങളെ ബ്രാൻഡിനായിട്ട് സ്ട്രൈക്ക് ചെയ്തത് അതാണ്. ഫുൾവ എന്നുള്ള പേരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്. എങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് അല്ല ഞാനിപ്പം നിങ്ങൾ മറ്റേ പോഡ്കാസ്റ്റ് കേൾക്കായിരുന്നു, ഞാൻ ഫുള്ളും കേൾക്കാനുള്ള ടൈം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനൊരു ജേണി എങ്ങനെയാണെന്ന് നിങ്ങൾ പറയാൻ പറ്റുമോ?
ഹലുവയിലേക്ക് വരുന്നൊരു ജേണി ഉണ്ടാവില്ല നിങ്ങളത്? നമ്മൾ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഒരു പറയോ? അതായത് നമ്മള് കറന്റ് എല്ലാരും ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയാണ്, നമ്മളെ UG കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം ഏകദേശം ഒരു ഞാൻ എൻ്റെ പേഴ്സണൽ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ +2 കഴിഞ്ഞ ശേഷം ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അവിടുന്നാണ് നമ്മളെ ഒരു ബിസിനസ് ജേണി പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അവിടുന്ന് ആ ഒരു തുടക്കകാലത്തിലൊക്കെ ഉള്ള ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ട്, അവിടെയുള്ള ആ ഒരു സ്ട്രെസ് കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഫ്രണ്ട് കൂടെ ഫസ്റ്റ് ടൈം ഒരു നോർത്ത് ട്രിപ്പ് പോയിട്ടുണ്ടായി, കശ്മീരിലേക്ക്. അപ്പൊ അവിടുന്നാണ് സത്യം പറഞ്ഞാല് ഫസ്റ്റ് ആയിട്ട് ഈ ഒരു ഹലുവന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് കോഴിക്കോട് അത്രയും കാലം ഉണ്ടായിട്ട് കോഴിക്കോട് ഹലുവന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാകാൻ വേണ്ടി കശ്മീർ വരെ പോകേണ്ടി വന്നു. അപ്പം അവിടെ എന്തേലും ആ ഒരു അനുഭവം എന്തേനു, ഹലുവന്റെ അനുഭവം എന്താണ് കശ്മീരിൽ നിന്ന് കിട്ടിയത്? കശ്മീരിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ആണ് അവിടുത്തെ ആൾക്കാരൊക്കെ. നമ്മളങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിക്കാണ് അവരുടെ സൽക്കാരം. അപ്പൊ അതുപോലെ ഒരു അനുഭവം എനിക്കും ഉണ്ടായി. നമ്മള് ഒരു നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമാണ് അവിടെ പോയി കഴിഞ്ഞാൽ ആപ്പിൾ പോയി ലൈവ് കടിച്ചു തിന്നാണ്. അതുപോലെ അത് കടിക്കുന്ന ആഗ്രഹത്തില് ഒരു ഗ്രാമത്തിൽ എത്തിപ്പെട്ടു. അപ്പോ ആ ഗ്രാമത്തിലെ ആ തോട്ടത്തിലെ മുതലാളി നമുക്ക് അത്രയും എന്താ പറയാ, അത് പറഞ്ഞടിക്കാൻ കഴിയില്ല, ഭയങ്കര ഹാപ്പിനെസ് തന്നൊരു മൊമെന്റ് ആയിരുന്നു. അപ്പൊ അവിടുന്ന് ആ തോട്ടത്തിലേക്ക് വിളിച്ച് അവരുടെ ആപ്പിളൊക്കെ ഇഷ്ടംപോലെ കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മള് മരത്തുനിന്ന് ലൈവ് ആപ്പിള് പറിച്ച് കഴിച്ച് അത് കഴിഞ്ഞതിന് ശേഷം അവരെ വീട്ടിലേക്ക് നമ്മൾ ക്ഷണിച്ചു. അതായത് ഒരു പരിചയം ഇല്ലാത്ത നമ്മളെ അവിടെ വീട്ടിലേക്ക് സൽക്കരിക്കാൻ വേണ്ടി ക്ഷണിച്ചു. അങ്ങനെ വീട്ടിലേക്ക് പോയി. ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു ആ മൊമെന്റില്. കാരണം നമുക്ക് ആ ഒരു ട്രഡീഷണൽ രീതി പരിചയപ്പെടാൻ കഴിഞ്ഞു. ആ ഒരു നമുക്ക് പേഴ്സണലി അത് നല്ല ഇഷ്ടമാണ്, അവരുടെ കൾച്ചർ കാര്യങ്ങളൊക്കെ പഠിക്കാനും അത് ലൈവായിട്ട് എൻജോയ് ചെയ്യാനും. അപ്പൊ അങ്ങനെ അവർ വീട്ടിലേക്ക് വിളിച്ചു, അവർ നല്ല രീതിയിൽ സൽക്കരിച്ചു. ആ ഒരു അവരുടെ കശ്മീരി ഒരു ട്രഡീഷണലില് നമുക്ക് ഭക്ഷണം വിളമ്പി തന്നു. അതൊക്കെ കഴിഞ്ഞ ശേഷം അവിടെ ഒരു മജ്‌ലിസ് ഉണ്ട്. അവിടെ നമ്മളെ ഇരുത്തി അവര് നമുക്ക് നല്ലൊരു എന്താ പറയാ, നല്ലൊരു റെഡ് കാർപ്പറ്റിൽ പോകുന്ന നല്ലൊരു ബാസ്ക്കറ്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. അതായത് അവരുടെ ഒരു ട്രഡീഷണൽ ഒരു സുവനീർ പോലെ അവരവരുടെ വിരുന്നുകാർക്ക് കൊടുക്കുന്ന ആ രീതിയിൽ നമുക്കും തന്നു. അതിൽ അവരുടെ ട്രഡീഷണൽ ആയിട്ട് അവര് കൃഷി ചെയ്തുണ്ടാക്കുന്ന ബദാം, അക്രൂട്ട് അങ്ങനത്തെ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബോക്സ് ആയിരുന്നു നട്സിന്റെ. സത്യം പറഞ്ഞാൽ നല്ല ഹാപ്പി ആയിരുന്നു ആ മൊമെന്റില്. നമ്മള് നന്ദിയൊക്കെ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് അവരുടെ മക്കൾ ഉണ്ടായിരുന്നു, അവര് പുറത്ത് പഠിക്കുകയാണ്, അതായത് ഗോവയിൽ പഠിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവരുടെ കൂടെ കൊളീഗ്സ് ആയിട്ട് നമ്മുടെ കേരളീസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അവര് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഫ്രണ്ട്സുകൾ വരുമ്പോ ഒരു ചിപ്സും അതുപോലെ തന്നെ ഒരു റബ്ബർ ടൈപ്പ് സാധനം കൊണ്ടുവരാറുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മള് കോഴിക്കോടിനല്ലോ റബ്ബർ ടൈപ്പ് എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ നിന്നാണ് സത്യം പറഞ്ഞാല് ഫസ്റ്റ് ടൈം അവര് പറഞ്ഞപ്പോ ഞാൻ ഉടൻ തന്നെ പറഞ്ഞു എന്തായാലും നെക്സ്റ്റ് ടൈം വരുമ്പോ എന്തായാലും കൊണ്ടുവരും. കാരണം അത്രയും നല്ലൊരു മൊമെന്റ് ആണ് നമുക്ക് അവര് നൽകിയത്. അപ്പൊ അവർക്ക് എന്തായാലും അത് കൊടുക്കണം സന്തോഷത്തോടെ പറഞ്ഞ്. അപ്പൊ ഫസ്റ്റ് ടൈം അതാണ് മൈൻഡ് നിൽക്കുന്നത്. എന്നാലും ആ ടൈമില് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. സ്വാഭാവികമായിട്ട് നാട്ടിലേക്ക് വന്നു. നമ്മള് നാട്ടില് കോഴിക്കോട് ഞാൻ വർക്ക് ചെയ്യുന്ന എന്റെ ബ്രദർ ഷോപ്പ് ഉണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ ഫുൾ ടൈം ആയിട്ട് വർക്കിന് ഉണ്ടാകാറുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് തൊട്ടടുത്ത് തന്നെയാണ് ഹൽവ ബസാർ, കുറ്റിച്ചിറ, നമ്മളെ കോഴിക്കോടിന്റെ മെയിൻ ഏരിയകൾ വരുന്നത്, ഭക്ഷണത്തിലൊക്കെ മെയിൻ ഏരിയ വരുന്നത്. അപ്പൊ അതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കും. ഞാൻ കുറ്റിച്ചിറക്കാരനാണ്. ഓക്കെ, അപ്പൊ അറിയാലോ, പറയണ്ടല്ലോ, പറയേണ്ട ആവശ്യം. അതെ അതെ അതെ. ഹലോ, ഞാൻ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഓഫീസിൽ കൊളീഗിന് ചോദിച്ചു ഞാൻ നാട്ടിൽ പോകുമ്പോൾ എന്താണ് കൊണ്ടുവരേണ്ടത്. ഫസ്റ്റ് മൂപ്പര് എന്താ പറയുക പറഞ്ഞത്, ഹലുവ ആണ് വേണ്ടതെന്നാണ് പറഞ്ഞത്. അതെ അതെ അതെ. കോഴിക്കോട് വരാണെങ്കിൽ എല്ലാവരും മെയിനായിട്ട് വാങ്ങുന്നത് ഹലുവ ആണ്. ഇപ്പോൾ വയനാട് നിന്നാണെങ്കിലും അല്ല എറണാകുളം ഉള്ളവരാണെങ്കിലും ഒക്കെ എല്ലാവരും ഹലുവ ആണ് കോഴിക്കോട് നിന്ന് വാങ്ങുമ്പോൾ വരാണെങ്കിൽ വാങ്ങിക്കൊണ്ടുപോകാറ്. എന്നിട്ട് അതിൻ്റെ ശേഷം അവർ കൊണ്ടുപോയിട്ട് ശേഷം അപ്പോൾ ഞാൻ അത് പറഞ്ഞ് ഇങ്ങനെ വന്ന് കൊടുക്കാന്ന് പറഞ്ഞ് നാട്ടിലേക്ക് എത്തി. അപ്പൊ ഇതുപോലെ ഹലുവ ബസാർ, കുറ്റിച്ചിറ ആ രീതിയിൽ നമ്മളെ ആ ഒരു ഏരിയയിലാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുക. അപ്പൊ മൈൻഡിൽ ഇങ്ങനെ എപ്പോഴും പോകുമ്പോൾ ഹലുവ ബസാറിൽ ഒരു പ്രൊഡക്ഷൻ സെന്റർ ഉണ്ട്, ഒരു ചെറിയൊരു യൂണിറ്റ് ഉണ്ട്, കണ്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മള് ഹലുവ ബസാറിലൂടെ ഇങ്ങനെ പോകും. ആ ചെറിയ യൂണിറ്റ്, ഒരു ഹലുവ ഉണ്ടാക്കുന്ന ചെറിയൊരു യൂണിറ്റ് അവിടെ ഉണ്ട്. നമ്മള് നല്ല സ്മെല്ലടിക്കും, വെളിച്ചെണ്ണ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഹലുവന്റെ സ്മെല്ലൊക്കെ ഇങ്ങനെ അടിക്കാറുണ്ട്. പക്ഷെ അതൊന്നും മൈൻഡിലില്ല, നമ്മൾ ആ ജേണി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത്. പിന്നെ ഇതുപോലെ ഞാൻ കോഴിക്കോടാണ് ഉണ്ടാവാറ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഫ്രണ്ട്സുകളൊക്കെ കോഴിക്കോട്. ഷാബാസ് എവിടെയായിരുന്നു? കോഴിക്കോടാണോ? എവിടെയാണ് ഷാബാസ്? എവിടെയായിരുന്നു? ഞാൻ കോഴിക്കോടാണ്, ചാലിയത്താണ്. കോഴിക്കോട് ചാലിയത്താണ്. ഓക്കെ. ചാലിയ എനിക്കറിയാം.
4 പേര് ചായ ആ കോഴിക്കോട് തന്നെ ആണല്ലോ ചാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കോഴിക്കോട് തന്നെയാണ്. എന്നിട്ട് അപ്പൊ അവിടുന്ന് ഇതുപോലെ എല്ലാരും കോഴിക്കോട് വരുമ്പോ ജസ്റ്റ് ഇങ്ങനെ വിളിക്കാറുണ്ട്, ഇങ്ങനെ കോഴിക്കോട് ഉണ്ടോ കൂടാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതുപോലെ എന്റെ ഒരു കസിൻ എനിക്ക് വിളിച്ചാണ്ട് പറഞ്ഞു ഈ കോഴിക്കോട് ഉണ്ടോ, എനിക്ക് കുറച്ച് ഹലുവ വാങ്ങണം, എന്റെ സിസ്റ്റർ നാളെ ഗൾഫിലേക്ക് പോവാണ്, അപ്പൊ അവൾക്ക് കൊണ്ടുപോകാനാണ്. ഞാൻ ഓക്കെ ഇങ്ങോട്ട് പോയി തൊട്ടടുത്ത് തന്നെ ഹലുവ ഉണ്ടാക്കുന്ന സ്ഥലം അതാകുമ്പോ വില കുറഞ്ഞ് കിട്ടും, നമുക്ക് അവിടെ പോയി വാങ്ങാന്ന് പറഞ്ഞു. ഓൾറെഡി ഇവിടെ സാധനം കിട്ടുമ്പോഴും നാട്ടിൽ നിന്ന് ഒരു സാധനം നമ്മളെ കയ്യിലേക്ക് കിട്ടുമ്പോ ഒരു ഫീലാണ് അത്. ഫസ്റ്റ് ടൈം വാങ്ങാൻ വേണ്ടിട്ട് അവൻ വന്ന് നമ്മള് അവിടേക്ക് വാങ്ങാൻ വേണ്ടി പോയി ആ കടയിലേക്ക്. അത് ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനെ അത് വാങ്ങാൻ വേണ്ടി അതിനായിട്ട് ഇറങ്ങുന്നത്. അതുവരെ വീട്ടിലേക്ക് ആരെയും കൊണ്ടുവന്ന അങ്ങനെ കഴിക്കാന്നുള്ളേ ഉള്ളൂ. അത്രയും ഉള്ളൂ സ്വീറ്റ്സിന്. ബാക്കിയുള്ള എല്ലാവരും വാങ്ങുന്ന പോലെ ഒന്നും അലവ വാങ്ങാറില്ല, കാരണം അത്രയും കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ അങ്ങനെ വാങ്ങാൻ വേണ്ടി പോകുന്നത് സ്റ്റോറിലേക്ക്. അങ്ങനെ അവനെ കൂടി പോയി. അവിടുന്ന് എനിക്ക് അവര് ഗീ ഹൽവ എന്ന് പറഞ്ഞിട്ട് ഒരു ഹൽവ ടേസ്റ്റ് ചെയ്യാൻ തന്നു. കാരണം അവര് പോകുന്നത് തന്നെ നമ്മള് പുറത്തുള്ള വിചാരിച്ചിട്ടാവും നല്ല രീതിക്ക് സൽക്കരിച്ച് സാമ്പിൾസ് തരും, പോയി കഴിഞ്ഞാൽ എല്ലാ ഷോപ്പിൽ സാമ്പിളിങ് തരും. അതെ, സാമ്പിളിങ് തരും. അപ്പൊ അതുപോലെ ഗീ ഹൽവ കഴിച്ചപ്പോ നല്ല രീതിക്ക് എനിക്കൊരു സ്പെഷ്യൽ എന്തോ ഒരു പ്രത്യേകത തോന്നി. കാരണം പറഞ്ഞാല് ഇല്ല, അതായത് സാധാരണ ഹൽവ എന്ന് പറഞ്ഞാല് നമുക്കൊരു മധുരക്കട്ടി ഒരു ബാറ് ആ ഒരു ഫീൽ ഉണ്ടായിരുന്നുള്ളൂ അതുവരെ. നമ്മളെല്ലാവരും വീട്ടിലും പഴയ ട്രഡീഷണൽ പോലെ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ചടങ്ങ് ഉണ്ടാകുമ്പോൾ മാത്രം ഒരു ഐറ്റം ആണ് ഹലുവ. ഏറ്റവും അവസാനം നമ്മൾ ചൂസ് ചെയ്യുള്ളൂ. പക്ഷെ ഇത് എനിക്ക് എന്താ പറയുക, കഴിച്ചപ്പോ ആ ഒരു പേട ടൈപ്പ് ഒരു നെയ്യിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് വല്ലാണ്ട് അങ്ങനെ കിട്ടി. സ്വാഭാവിക നല്ല സ്വീറ്റ് നല്ല ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു വൈകിട്ട് നല്ലൊരു ഫീൽ കിട്ടി ഒരു പാഡിന്റെ കാലത്ത്. ഞാൻ ചോദിച്ചു ഈ ടൈപ്പ് ഒക്കെ ഉണ്ടല്ലോ, ഞാൻ എന്റെ കസിനായിട്ട് ഡിസ്കസ് ചെയ്ത് അങ്ങനെ അവര് വേറെയും കുറെ ഐറ്റംസ് ഒക്കെ കാണിച്ചു. ഞാൻ ജസ്റ്റ് ഇവരോട് ചോദിച്ചു എന്തിനാ ഇവിടുന്ന് കൊണ്ടുവന്നത്, അവിടെ ഓൾറെഡി ഉണ്ടാവല്ലോ ഈ നെക്സ്റ്റ് പോലുള്ള പുറത്തുള്ള കുറെ ഒക്കെ എന്തായാലും അവൈലബിൾ ആണ്, അപ്പൊ അവിടുന്ന് വാങ്ങിയ പോലെ വെറുതെ ഇവിടുന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു ഇവിടുന്ന് കൊണ്ടുവന്നാണ് എല്ലാവർക്കും ഇഷ്ടം, എന്താ അറിയില്ല ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ ആ ഒരു നാളെ ഒറിജിനൽ കിട്ടുന്നുള്ളൊരു തോട്ടം. അപ്പൊ അങ്ങനെ പറഞ്ഞ് അതെ ഒതന്റിസിറ്റി ഉണ്ടാകുന്ന വെച്ചാൽ ആ ഒരു തോട്ടാണ് എല്ലാവർക്കും. അപ്പൊ ഞാൻ അവിടുന്ന് ആ ഒരു സമയത്ത് സ്റ്റോൾ തന്നെ നമ്മള് മാത്രമല്ല വേറെ കുറെ പേരുണ്ട് വാങ്ങാൻ വന്നത്. ഇഷ്ടംപോലെ ആളുകൾ ഇതേപോലെ വാങ്ങുന്നുണ്ട്. ജസ്റ്റ് അവര് നോർമൽ രീതിയിൽ പാക്ക് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പ്രോപ്പർ വേറെ എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്ക്. അപ്പൊ എന്തായാലും ആളുകൾ ഇങ്ങനെ വാങ്ങി കൊണ്ടുപോകുന്നുണ്ട്. എന്തൊക്കെയോ ആ ഒരു സമയത്ത് എന്റെ മനസ്സ് തന്നെ ഇതിന് എന്താണെന്നില്ല, നമ്മളിതുവരെ ഇമ്പോർട്ടന്റ് കൊടുത്തില്ല. പക്ഷെ ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് എന്താണ് ഇപ്പൊ ഇതിന്റെ പ്രത്യേകത ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പൊ മൈൻഡില് കൂടുതലായിട്ട് അതിനെ കുറിച്ച് ഇങ്ങനെ ചിന്ത വരാൻ തുടങ്ങി. കാരണം അന്ന് എന്നോട് കശ്മീരിൽ നിന്ന് ഇതുപോലെ ചോദിച്ചു. ഇതുപോലെ കുറെ സിറ്റുവേഷനുകളിൽ ഹലുവൊക്കെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും നമ്മൾ കേൾക്കാം, അല്ലെങ്കിൽ പല സിറ്റുവേഷനായിട്ട് നമ്മൾ കാണും ഹലുവ. അപ്പൊ എന്തോ ഒരു പ്രത്യേകത ഉള്ള ഐറ്റം ആണിത്. അങ്ങനെ പിന്നെ വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ കോഴിക്കോട് ഇങ്ങനെ കടന്നു. പിന്നെ മൈൻഡിൽ ഇങ്ങനെ ഇതിങ്ങനെ ട്രിഗർ ചെയ്യാൻ തുടങ്ങി. ഇതിനെന്തോ ഉണ്ട്. അങ്ങനെ സ്വാഭാവികമായിട്ടും എനിക്ക് ഇതിനെ ഇറക്കണം തോന്നി. കാരണം എന്റെ കശ്മീരിലുള്ള ഫ്രണ്ടിന് എനിക്ക് കൊടുക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതുപോലെ കുറെ നാട്ടില് ഹലുവ നമ്മൾ കോഴിക്കോട് ഹലുവ കഴിക്കാനുള്ളവര് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്. പിന്നെ നമുക്കറിയാലോ പൊതുവെ പുറത്തൊക്കെ കേരളത്തിന് പുറത്ത് കുറച്ചുകൂടി ആൾക്കാർ ഭയങ്കര സ്വീറ്റ് ലവേഴ്സ് ആണ്. നല്ല സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്ന പോലെ കേരളത്തിനെക്കാളും. അപ്പൊ എന്തുകൊണ്ടും അവിടെ ഉള്ളവർക്ക് ഇത് ഒന്നുകൂടെ പരിചയപ്പെടുത്തി കൊടുത്ത് അടിപൊളിയാവും തോന്നി. അങ്ങനെ ഇതിനെ കോഴിക്കോട് ഒന്ന് ഇൻസ്റ്റാഗ്രാം ത്രൂവോ അല്ലെങ്കിൽ വേറെങ്കിലും ഒരു വഴി എങ്ങനെയും ഓൺലൈൻ വഴി ആൾക്കാർക്ക് ഓർഡർ ചെയ്യാൻ രൂപത്തിൽ ചെയ്താലോ എന്നുള്ളൊരു തോട്ട് വന്ന് അങ്ങനെ ഞാന് എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്യുമ്പോൾ ഭക്ഷണമാണല്ലോ അൾട്ടിമേറ്റ്ലി ആൾക്കാർക്ക് വീഡിയോ കാണുമ്പോ നമ്മൾ ഈ റീൽസ് ഒക്കെ കാണുമ്പോ നല്ല ക്രേവിംഗ് വരണം. നല്ല രീതിക്ക് ക്രേവിങ്സ് വരണം. നമ്മൾ ഈ രാത്രി ഇങ്ങനെ കാണുന്നത് റീലുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, അത് കാണുമ്പോൾ ഒരു നോഷം വരും. അങ്ങനെയാണ് അതിലേക്ക് ഇറങ്ങാം. അതുപോലെ തന്നെ വേണ്ടത്. അപ്പൊ എന്തുകൊണ്ടും നല്ല റീൽ എടുക്കണമെങ്കിൽ നല്ല വീഡിയോ ചെയ്യണമെങ്കിൽ നല്ല രീതിക്ക് അത് എടുക്കാനുള്ള ആള് വേണം. അതിനെ കൊണ്ട് അത് കഴിയൂല. അപ്പൊ ഞാൻ ആലോചിച്ചു എന്റെ തൊട്ടടുത്ത കൂട്ടുകാരൻ എന്റെ വളരെ ബെസ്റ്റ് ഫ്രണ്ടായ ഇർഫാൻ, നമ്മൾ ഒരുമിച്ചാണ് എപ്പോഴും ഉണ്ടാവുക. നമ്മള് 3 പേര് എപ്പോഴും ഒരുമിച്ചുണ്ടാവും. സാധനം പിന്നെ പുറത്ത് പഠിക്കുന്നതുകൊണ്ട് കൂടെ ഉണ്ടാവാറില്ല, എല്ലാവരും ഒരു ഗ്യാങ്ങിലുള്ളവർ തന്നെയാണ്. ഇർഫാനോട് കാര്യം പറഞ്ഞാലോ ഇങ്ങനെ ചിന്ത വന്ന് അങ്ങനെ ഇർഫാനോട് കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒരു ദിവസം രാത്രി ഇതുപോലെ ഇർഫാനോട് കാര്യം പറയാനുണ്ട്, ജസ്റ്റ് ഒരു ഇതിന്റെ ബിസിനസിന്റെ ഐഡിയ ആണ്. ഇർഫാനോട് കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇർഫാൻ പറഞ്ഞു അപ്പൊ നിങ്ങൾ ഇതിന്റെ മുന്നേ ഇങ്ങനത്തെ ബിസിനസ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യലുണ്ടോ? കാരണം അറ്റ്ലാസ് നിങ്ങൾക്ക് അറിയണമല്ലോ ഇർഫാൻ ഈ ബിസിനസ്സിലേക്ക് ഇൻട്രസ്റ്റഡ് ഉള്ള ഒരാളാണ് എന്നുള്ളത്. എന്നാലല്ലേ ഉള്ളൂ ഇർഫാനായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവാം.
അങ്ങനെ ഇല്ലല്ലേ ബിസിനസ്സിന് വളരെ ആരും ബിസിനസ്സിലേക്ക് തന്നെ വരണമെന്നുള്ള മൂടൊന്നും ഇല്ല. ഒരു പെട്ടെന്ന് വരുന്ന ഒരു തോട്ടിൽ നിന്ന് വന്ന സംഭവമാണ്. മെയിനായിട്ട് മൾട്ടിമീഡിയ ആണ് പഠിച്ചത് ഡിഗ്രി കഴിഞ്ഞ ശേഷം ഇതേപോലെ ഒരു ആഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഒരു 5-6 മാസമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഷാബാസിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് ചെയ്താലും. ഞാൻ ആ സമയത്ത് ഇങ്ങനെ ഒരു ബിസിനസ് എന്നുള്ള ഒരു മൈൻഡിലൊന്നല്ല ഉണ്ടായി. ഒരു ഇങ്ങനെ വർക്കും ഫ്രീലാൻസ് ആയിട്ട് ഇങ്ങനെ പോവാം, ഫ്യൂച്ചറിൽ ഇങ്ങനെ വരുന്നിടത്ത് ചെയ്യാൻ ആ ഒരു മൈൻഡിൽ ഉണ്ടായി. അപ്പോഴാണ് ഷാബാസ് ഇങ്ങനെ ഇതിങ്ങനെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. ഒന്നാമത് പഠിച്ച ഫീൽഡാണ്, ആഡും കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാമല്ലോ എന്നുള്ളൊരു മൈൻഡ് അപ്പൊ വന്ന് അങ്ങനെ ആണ് ഞാനിതിലേക്ക് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങള് ഇനീഷ്യൽ സ്റ്റേജസിൽ ഇപ്പോൾ ഷാബാസ് മനസ്സിലായല്ലോ നമ്മള് ഹൽവാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇർഫാന് എന്ത് കാര്യങ്ങളാണ് ഹെൽപ്പ് ചെയ്തത്? മറ്റേ കോണ്ടന്റ് ക്രിയേഷനും കാര്യങ്ങളാണോ? കോണ്ടന്റ് ക്രിയേഷൻസും കാര്യങ്ങളും. അപ്പൊ നമ്മളിങ്ങനെ ടീം രണ്ടാളെ സെറ്റ് ആയതിനു ശേഷമാണ് ഇനി നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻസിലേക്കും ബാക്കി കാര്യങ്ങളിലേക്ക് ആള് വേണമെന്നുള്ളത് തോന്നി. അപ്പൊ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവണം തഷരീഫ്. അപ്പം തഷരീഫിനെ നമുക്ക് ഇതിൽ ആഡ് ചെയ്താലോ എന്നുള്ളൊരു ചർച്ച ഇങ്ങനെ വന്നു നമ്മുടെ ഇടയിൽ. അപ്പോൾ തഷരീഫിനോട് കാര്യം പറഞ്ഞ തഷരീഫ് ഇൻട്രസ്റ്റഡ് ആണ്. ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. തഷരീഫിന് ഓപ്പറേഷൻസിലാണ് എക്സ്പീരിയൻസ് ഉള്ളത് അല്ലേ? തഷരീഫിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്ന് പറയാം. ഞാനിപ്പോ ഡിഗ്രി വേറെ ചെയ്യുന്ന ഡിഗ്രി ടൈമിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലൊക്കെ അങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ പുറത്തു കൊണ്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവര് സംസാരിക്കുന്നത്. അങ്ങനെ എനിക്ക് ഞാൻ എന്തായാലും ഇതിനു മുമ്പ് ഞാൻ ഷാബു ചെറിയൊരു ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്, സാൻഡു പറഞ്ഞിട്ട്. അപ്പോൾ ഷാബാസിന് ഓപ്പറേഷൻസിൽ ഹാൻഡ്ലിങ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള ഷാബാസില്ല തഷ്രീഫിന് ഓപ്പറേഷൻസിൽ കാപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള ഷാബാസ് സജസ്റ്റ് ചെയ്തത്. അതായത് ഇത്രേ ഉള്ളൂ. ഞാനും തഷ്രീഫും ഇതുപോലെ LKG മുതൽ ഒരുമിച്ച് നമുക്ക് അറിയുന്നതാണ്. നമ്മള് ഒരു ഫാമിലി മെമ്പറും കൂടെ ആണ്. അപ്പൊ എന്തായാലും നല്ല രീതിക്ക് അറിയാം തഷ്രീഫിനെ. ഇത് പറഞ്ഞ പോലെ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ട് പോയിട്ടുള്ള ഒരു ബിസിനസ് നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. സാൻഡ് നല്ലൊരു ഇവന്റ് മാനേജ്മെന്റ് നമ്മൾ പ്ലസ് ടു പഠിക്കുന്ന ടൈമില്. അതിപ്പോഴും വർക്കിംഗ് ആണോ? അപ്പൊ ജസ്റ്റ് ഒരു 1 year നമ്മള് റൺ ചെയ്തിട്ടുണ്ട്. നമ്മള് പാർട്ണറും കൂടെ ആയിട്ട് 4 പേര് ചെറിയൊരു ഇവന്റ് മാനേജ്മെന്റ് പരിപാടി. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം. പിന്നെ അതിൽ പിന്നെ ഫോക്കസ് ചെയ്തിട്ടില്ല. അതിൽ ഫോക്കസ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മള് എന്താ വെച്ചാൽ പ്ലസ് ടു ഒരു എന്താ പറയാ നമ്മളെ അവസാനത്തെ സെന്റ് ഓഫിന്റെ ടൈമിൽ ഒരു ഓർഡർ എടുത്ത് കുട്ടികളെ നമ്മളെ ചാമ്പ്യൻ. അപ്പൊ പിന്നെ അത് ഒഴിവാക്കി. അല്ല അത് ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാര്യം എല്ലാം പഠിച്ചിട്ട് ഇറങ്ങല് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. നമ്മള് ഓൺ ദ ഗോല് ഓരോ കാര്യങ്ങൾ പഠിക്കുക, അത്രേ നടക്കുള്ളൂ. അങ്ങനെ അപ്പൊ അതിൽ നിങ്ങൾ പഠിച്ച കുറെ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ അറിയാണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ ഫുൾ വേയിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യരുത്, ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ പിന്നെ അതിനുശേഷമാണ് പിന്നെ മീൻസ് ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും തഷ്രീഫിന് അല്ലേ? ഓപ്പറേഷൻസിലേക്ക് അങ്ങനെ. പിന്നെ സെനു എങ്ങനെയാണ് വരുന്നത്? അതെ അതെ, സെനു പറയട്ടെ. തേർഡ് ഇയർ ലാസ്റ്റിലേക്കാണ് എന്റെ തേർഡ് ഇയർ എക്സാം നടക്കുന്ന സമയമാണ്. എക്സാംസ് കഴിഞ്ഞ് ഞാൻ ഈ സമയത്ത് അറിഞ്ഞിരുന്നു ഇവരിങ്ങനെ ഒരു ഹെൽമെറ്റ് ഒരു ബ്രാൻഡ് തുടങ്ങുന്നുണ്ട്. നമ്മുടെ എന്റെ കൂടെയുള്ള എന്റെ പോസ്റ്റൽ മേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട് നെഹീല്, അവനായിരുന്നു ഇതിന്റെ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നത് ബോക്സിന്റെ ഒക്കെ. അപ്പോ സംഭവം അറിയായിരുന്നു ഈ പരിപാടി നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അതിന്റെ ഡെപ്ത് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. വെക്കേഷന്റെ നാട്ടിൽ വന്ന സമയത്താണ് ഈ ഇവിടെ ജസ്റ്റിനെ ഒന്ന് വിളിച്ചു, ഷാബാസ് വിളിച്ചിട്ട് ഇവിടെ ഫ്രീ ആണെന്ന് വിളിച്ചു. ഞാൻ ആ സമയത്ത് പുറത്തായിരുന്നു, നമ്മുടെ മാർക്കറ്റിലുണ്ടായിരുന്നു. അപ്പൊ അവരോട് പറഞ്ഞു ജസ്റ്റ് എന്തെങ്കിലും ജസ്റ്റ് ഇവന്റെ റെസ്റ്റോറന്റിന്റെ മുകളിലാണ് ഇതിന്റെ വർക്ക് നടത്തുന്നത്, നമ്മളവിടെ ഉണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇരിക്കാൻ പറഞ്ഞ അങ്ങനെ വിളിച്ചാൽ. ഞാൻ അങ്ങനെ ചെന്ന സമയത്ത് സംസാരോ ഷാബാസിന്റെ റെസ്റ്റോറന്റിലാണ്, റെസ്റ്റോറന്റിന്റെ മുകളിലാണ് ഇവർ ഇതിന്റെ ഫിൽമിന്റെ വർക്ക് എടുക്കുന്നത്, ഫിൽമിന്റെ പ്രൊഡക്റ്റ് പാക്കിങ് കാര്യങ്ങളൊക്കെ നടക്കാം. അപ്പൊ ഞാൻ അങ്ങനെ അവിടെ ചെന്ന സമയത്ത് ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടു, ഇവരുടെ വിഷൻ എന്താണ് പരിപാടി, അങ്ങനത്തെ കൂടുതൽ കാര്യങ്ങൾ അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പൊ എനിക്കിതൊരു ഭയങ്കര ഐഡിയ ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. മീൻസ് ഞാൻ പുറത്താണ് പഠിക്കുന്നത്, അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ എപ്പോഴും ടീച്ചേഴ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും ചോദിക്കുന്ന ഒരു കാര്യം എല്ലാവരും പറയുന്ന പോലെ കോഴിക്കോട് ഹൽവ കൊണ്ടുവരുന്നത്. അതിന്റെ ഒരു ആക്സസിബിലിറ്റി മനസ്സിലായി, അത് എല്ലായിടത്തും എത്തുന്നില്ല എന്ന് മനസ്സിലായി.
അപ്പൊ അങ്ങനെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഓൾറെഡി വെബ് ഡെവലപ്മെന്റ് ഒക്കെ ചെയ്യുന്നതാണ്, വെബ്സൈറ്റ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണ്, നമുക്ക് വേണമെങ്കിൽ നോക്കാന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ സംസാരിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് പോയത്. അത് കഴിഞ്ഞ 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഷാബാസിനെ തിരിച്ചു വിളിച്ചത്, നമുക്ക് ഒന്ന് മീറ്റ് ചെയ്യണം പറഞ്ഞിട്ട്. അപ്പോൾ ആ മീറ്റിംഗിലാവാൻ പറഞ്ഞത് നമുക്ക് ഓക്കെ ആണ്, നമുക്ക് പ്രൊസീഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്, ഇനി ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെന്ന് ചോദിച്ചു. ഞാനപ്പോൾ തന്നെ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ജോയിൻ ചെയ്യും. എന്നിട്ട് IT കാര്യങ്ങളൊക്കെ സെനു നോക്കാൻ തുടങ്ങി ബാക്കി കമ്പനീൻ്റെ. ഇതിലിപ്പോ ഞാൻ മനസ്സിലാക്കിയാൽ പറയാം നിങ്ങളത് എങ്ങനെ അല്ല ഞാൻ ഇപ്പോൾ മനസ്സിലാക്കി നിങ്ങൾ 4 ആൾക്കാരും 4 സ്കില്ലുള്ള ആൾക്കാരാണ് ഒരു കമ്പനിക്ക് വേണ്ടിയത്. ഇപ്പോൾ സെനു ആണെങ്കിൽ IT-യിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട്, തഷ്രീഫ് ആണെങ്കിൽ ഓപ്പറേഷൻസിലുണ്ട്, പിന്നെ ഇർഫാൻ ആണെങ്കിൽ കോണ്ടന്റ് ക്രിയേഷനുണ്ട്, പിന്നെ ഐഡിയാസ് പ്രൊവൈഡ് ചെയ്യാനാണെങ്കിൽ ഷഹബാസും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ ബിസിനസ്സിൽ എക്സ്പീരിയൻസ് ഇല്ല. ഷാബാസ് ഓൾറെഡി ബിസിനസ് ചെയ്തു, ഒരു ലൈവ് ബിസിനസ് ചെയ്യുന്നുണ്ട്, നമുക്ക് സ്കിൽസ് പോലും അത് വെച്ചൊരു ബിസിനസ് ചെയ്യാൻ നമുക്കില്ല. ഇല്ല നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു വരുമ്പോൾ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 3-4 വർഷം എടുക്കും ചിലപ്പോൾ. അപ്പോൾ ആ എക്സ്പീരിയൻസ് ഓൾറെഡി ഷഹബാസിനുണ്ട്. അതെ, പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഇതാണ്, ഇന്ന് മെയിനായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പം ഓരോ ആൾക്കാർക്കും സെപ്പറേറ്റ് സ്കില്ലുകളാണ് ഏറ്റവും ബെറ്റർ. അതാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കില്ല് ഓവർലാപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളുള്ള സ്റ്റാർട്ടപ്പിന്. പിന്നെ നമ്മൾ ഇത് ഡിസൈനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വന്നത്? ഞാൻ നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിന്, ബോക്സൊക്കെ നല്ല അടിപൊളി ഡിസൈൻസാണ്. ടോട്ടലി നമ്മളെ എല്ലാവരും ഇരുന്ന് ഒരു ടീം വർക്ക് തന്നെയാണ് നമ്മളെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മളെ സ്റ്റാർട്ടിങ് മുതലേ നമ്മളെ ഫസ്റ്റ് ഡിസൈൻ ഒക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്രണ്ട് ഗ്യാങ്ങിലുള്ള നെഹീൻ എന്ന് പറഞ്ഞ ഫ്രണ്ടാണ്. അപ്പം അവൻ ഓൾറെഡി ചെയ്യുന്നതാണ് വർക്ക്. അവനോട് കുറച്ചുകൂടെ എല്ലാം കൊണ്ട് കൺവീനിയന്റ് ആയിരുന്നു. നമ്മള് ഇത് കറക്റ്റ് ആയിട്ട് വരയ്ക്കും, നോക്കും എങ്ങനെ ഇത് അടിപൊളിയാവും അങ്ങനെ. പിന്നെ അൾട്ടിമേറ്റ്ലി നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മള് ഹൽവ ലോഞ്ച് ചെയ്യാണ്. അതായത് ഓൾറെഡി ഹൽവ മാർക്കറ്റിലുണ്ട്. അപ്പം ഇറങ്ങുമ്പോൾ ഇനി മാർക്കറ്റിലേക്ക് വരുമ്പോൾ എങ്ങനെയെങ്കിലും അത് ഇന്നോവേറ്റീവ് ആവണം, അല്ലെങ്കിൽ ആൾക്കാർ ഒന്നും കൂടെ അട്രാക്റ്റഡ് ആവണം എന്നുള്ളത് നമ്മളെ മൈൻഡിൽ ഉണ്ടായിരുന്നു. അതായത് ഇത് ഒതന്റിക് ആണ്, കോഴിക്കോട് നിന്നാണ് വരുന്നത്, ആൾക്കാർക്ക് കണ്ടു കഴിഞ്ഞാല് ഒരു പ്രീമിയം ഫീല് വരണം, ഇതൊക്കെ മൈൻഡിലുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ പോയിന്റ്സ് നമ്മൾ ആ പാക്കേജിങ് ഡിസൈനിൽ നമ്മളെല്ലാവരും ടീം വർക്ക് ആയിട്ട് ഇരുന്ന് ചെയ്തിട്ട് കുറെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ബോക്സ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ആ 24 വെറൈറ്റിന്റെ ബോക്സ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ കുറെ എലമെന്റ്സ് അവിടെ യൂസ് ചെയ്തില്ല. ഒന്ന് പാക്ക് ഓഫ് കോഴിക്കോട് മുഹബത്താരുടെ ഒരു ടാഗ് നമ്മുടെ ബോക്സിന്റെ സൈഡിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ബൈ കാലിക്കറ്റ് കസിൻസ്, അതായത് നമ്മള് കാലിക്കറ്റ് എന്നുള്ള വലിയ ടീമാണ് ചെയ്തത് എന്നുള്ള ആൾക്കാർക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാലിക്കറ്റ് കസിൻസ് ഒരു കാലിക്കറ്റ് നെയിമിങ് കൊടുത്ത് അങ്ങനെ ഒരു സംഭവം ചെയ്തു. ഇങ്ങനെ ഓൾറൗണ്ട് മൊത്തത്തിൽ പിന്നെ കുറച്ച് അറബിക്ക് കയറ്റി, അറബിയില് കോഴിക്കോടൻ ഹൽവ എന്നൊക്കെ കൊടുത്ത് ഒന്നും കൂടെ പ്രീമിയം ആക്കാൻ വേണ്ടി. കാരണം നമുക്ക് ഒരു അറബി ഒരു പാക്കറ്റ് കാണുമ്പോൾ നമ്മൾ ടോട്ടലി നമ്മുടെ മൈൻഡിൽ അതൊരു ഗൾഫ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നല്ലൊരു പ്രീമിയം പ്രൊഡക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ അങ്ങനെ കുറെ എലിമെന്റ്സ് അതിൽ കൊണ്ടുവന്ന് പിന്നെ നല്ലൊരു കളർ തീം സെറ്റ് ചെയ്ത് പിന്നെ ഡിസൈനിങ് ഓൾറെഡി ഓൺ സ്കിൽഡ് ആണ്. അങ്ങനെ അത് വെച്ച് നല്ലൊരു ഡിസൈൻ സെറ്റ് ചെയ്തു. ത്രൂ ഔട്ട് ഇതുവരെ നമ്മളെല്ലാവരും കൂടെ വർക്ക് ചെയ്ത് നമ്മളെ ഇൻഹൗസ് ടീം തന്നെയാണ് ഓൾ ഡിസൈൻസും ഈവൻ എല്ലാ വർക്ക് ആവട്ടെ വീഡിയോസ് ആവട്ടെ ഒക്കെ ചെയ്തത്. എല്ലാവരുടെയും ഇതുണ്ട്. പിന്നെ അതിന് മെയിൻ നേതൃത്വം കൊടുക്കുന്ന ഇർഫാൻ തന്നെയാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ അങ്ങനെയാണ് അതിന്റെ വർക്ക് പോകുന്നത്. ഇതിപ്പോ ഡിസൈൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വിൽക്കണല്ലോ സാധനം. എങ്ങനെയാണ് നിങ്ങൾ ഫസ്റ്റ് സെയിൽ വരാൻ വന്നത്? ഇത് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് മാത്രം കാര്യം ഉണ്ടാവില്ലല്ലോ, അത് സെയിൽ ചെയ്യണമല്ലോ. ആ സെയിലേക്കും പിന്നെ ഈ ഒരു നിങ്ങൾ പറഞ്ഞല്ലോ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ടെന്ന്, ആ വെറൈറ്റിയിലേക്ക് എത്തുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ബോക്സ് വരുമ്പോൾ ഭയങ്കര വലുതായി പോലെ. അത് ഷിപ്പിംഗ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഷോപ്പിൽ സെയിൽ ചെയ്യുമെങ്കിലും അത്രക്കും സ്പേസും കാര്യങ്ങളൊക്കെ എടുക്കില്ല. അപ്പോൾ അതിൽ കട്ട് ഷോട്ട് ചെയ്തിട്ട് ഒരു 10-15 വെറൈറ്റീസ് അല്ലേ വെക്കാൻ പറ്റുള്ളൂ മാക്സിമം. അപ്പോൾ അതിലേക്കൊക്കെ നിങ്ങൾ എങ്ങനെ എത്തിയത്? നമ്മളെന്താ വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മൈൻഡിൽ ഒരു 54 വെറൈറ്റീസ് ഒക്കെ ചെയ്യണമെന്നായിരുന്നു ഐഡിയ. പക്ഷെ അത് നമ്മൾ ഷോർട്ട് ചെയ്ത ഒരു 24 ഫ്ലേവേഴ്സിന്റെ ബോക്സ് ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ അത് നമുക്ക് എന്തായാലും ഷോപ്പില് ആ 24 ഫ്ലേവേഴ്സ് എങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്ത്? കാരണം 56 കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഏറ്റവും കൂടുതൽ സെൽ ചെയ്യുന്ന 24 ഐറ്റംസ് മാത്രമാണ്. എനിക്ക് 50 എന്നുള്ള സംഭവം അങ്ങനെയൊന്നും ഇല്ല. അതായത് അത് നമുക്ക് അന്ന് വന്നൊരു എന്താ പറയാ ഒരു
നെഗറ്റീവ് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ അസ്യൂം ചെയ്തത് തെറ്റായി പോയതാണ്. അത് നമ്മളെ വന്ന ചെറിയ മിസ്റ്റേക്ക്. അതായത് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ SMലേക്ക് ആൾക്കാർ ഇങ്ങനെ വിളിക്കും, ഇത്ര വെറൈറ്റി അലുവയുണ്ട്, ഇത്ര വെറൈറ്റി അലുവയുണ്ട്. അപ്പോൾ പലരും 40 വെറൈറ്റി 50 വെറൈറ്റി ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ എക്സാക്ട്ലി അത്ര വെറൈറ്റീസ് ഒന്നും ഇല്ല. അപ്പൊ ആ ഒരു ഇത് മൈൻഡ് ഇട്ടായിരുന്നു നമ്മൾ ആദ്യം വിചാരിച്ചു നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യാം, ഈ വെറൈറ്റി ഒക്കെ ഉള്ള ഒരു ബോക്സ് ഇറക്കാം, അങ്ങനെയാണെങ്കിൽ ഒരു ഇന്നോവേറ്റീവ് ആയല്ലോ, പ്രൊഡക്റ്റ് ഒന്നും കൂടെ ആൾക്കാർക്ക് എല്ലാം കിട്ടുന്ന ഒരു ബോക്സ് ആയല്ലോ എന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ ഇറങ്ങി നോക്കിയപ്പോ അത്രയും വെറൈറ്റീസ് ഒന്നും പ്രോപ്പർലി ചെയ്യുന്നില്ല. അപ്പോ നമ്മള് ഒന്ന് ടീമായിട്ട് തീരുമാനിച്ചു നമുക്ക് എത്ര വെറൈറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഷിപ്പിങ്ങിന്റെ കേസ് ആണെങ്കിലും ബോക്സിന്റെ സൈസ് ആണെങ്കിലും ഒക്കെ ഒന്ന് പ്രോപ്പർ ആയിട്ട് ഗ്രൂപ്പായി വരണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്ത് നല്ല ബോക്സ് ലെയർ ആക്കണം, പ്രോപ്പർ ആക്കണം. അപ്പോൾ 6x4 എന്നുള്ള ഒരു തീമിലേക്ക് എത്തിച്ച് 24 വെറൈറ്റി എന്നുള്ള രീതിയിലേക്ക് ഉറച്ച് അങ്ങനെ അത് ചെയ്യാനുള്ള ഇതിലേക്ക് എത്തി. അതിൽ ബെസ്റ്റ് ഫ്ലേവേഴ്സ് ചൂസ് ചെയ്ത് നമുക്ക് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട നല്ല രീതിയിൽ മാർക്കറ്റിൽ മൂവ് ആവുന്ന ചില ഫ്ലേവേഴ്സ് ഒന്നും ഇല്ലായിരുന്നു, നമ്മളൊന്നും കൂടെ വർക്ക്ഔട്ട് ചെയ്ത് സെറ്റ് ആക്കി അങ്ങനെ അത് അൾട്ടിമേറ്റ്ലി മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് 24 വെറൈറ്റിയിലേക്ക് എത്തിയത്. 24 വെറൈറ്റിയിലേക്ക് എത്തി. പിന്നെ സെയിൽ എങ്ങനെയാ കിട്ടിയത്? ഫസ്റ്റത്തെ സെയിൽ എപ്പോഴും ഒരു സ്പെഷ്യൽ സെയിൽ ആയിരിക്കുമല്ലോ. നമ്മള് ഇനീഷ്യലി നമ്മുടെ വെബ്സൈറ്റ് റെഡി ആയിരുന്നു, പക്ഷെ നമുക്ക് ആ സമയത്ത് പേയ്മെന്റ് ഗേറ്റ്വേന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്ത്യയിൽ പേയ്മെന്റ് ഗേറ്റ്വേക്ക് പുതിയ ഓൺബോർഡിംഗ് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് വെബ്സൈറ്റ് റെഡി, പക്ഷെ ഓർഡർ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. അതേ സമയത്ത് നിപ്പന്റെ ഒരു ഇഷ്യൂ കൂടി വന്നു. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പ്രൊഡക്റ്റ് സെൽ ചെയ്യുകയാണ്. ഇനീഷ്യലി ഇൻഫ്ലുവൻസർ ക്യാമ്പയിൻസ് ത്രൂ വീഡിയോസ്. ഇത് 2023 ഒരു ഓഗസ്റ്റ് ലാസ്റ്റ് ഇഷ്യൂ വന്നത് സെപ്റ്റംബർ ഫസ്റ്റ്, ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് ആ ഒരു ടൈമിലാണ്. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് നിപ്പ വന്നു, ചെറിയ ലോക്ക്ഡൌൺ വന്നു, കോഴിക്കോട് നിപ്പ വന്നു, ചെറിയ ലോക്ക്ഡൌൺ വന്നു. അപ്പൊ നമുക്ക് ഓവർ വെയിറ്റ് ചെയ്യാൻ പറ്റൂല, ഈ ആർബിന്റെ റെഗുലേഷൻസ് എപ്പോഴാണ് പോവാന്ന് അറിയില്ല. അപ്പൊ നമ്മളങ്ങനെ ഇനീഷ്യലി നമ്മുടെ സെയിൽ സ്റ്റാർട്ട് വാട്സ്ആപ്പ് ത്രൂ ചെയ്യാന്ന് വിചാരിച്ചു, സോഷ്യൽ മീഡിയ ത്രൂ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മൾ വീഡിയോസ് ഔട്ട് ചെയ്തു, വാട്സ്ആപ്പ് ത്രൂ ഓർഡർ എടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ സെയിൽ സ്റ്റാർട്ട് ചെയ്തത്. മെയിനായിട്ട് ഇൻഫ്ലുവൻസേഴ്സ് മാർക്കറ്റിംഗ് ആണ് മെയിനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ എല്ലാ വ്ളോഗേഴ്സിനെ കൊണ്ട് വ്ളോഗ് ചെയ്യിപ്പിച്ചിട്ട് അത് ത്രൂ ആണ് മെയിനായിട്ട് സെയിലിംഗ് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് സെയിൽ ഫസ്റ്റ്. വ്ളോഗേഴ്സിന്റെ ഒപ്പം നിങ്ങൾ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റിംഗ് ചെയ്തത് മെയിനായിട്ട് ഫസ്റ്റ് ഇതല്ലേ? ഒരു പാർട്ണർ സിസ്റ്റം പോലെ. അതായത് നമ്മൾ പക്ഷെ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള ROIs നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ ഒരു വ്ളോഗർ നിങ്ങളെ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ അവർ ഹൈ പ്രൈസാണ് പൊതുവേ പറയാറ്. കാരണം അതിൻ്റെ ഒരു ROI കിട്ടിക്കഴിഞ്ഞാൽ ഒരു കമ്പനി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവരായിട്ട് കൂടുതൽ കൊളാബറേറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഓർഡേഴ്സ് നിങ്ങൾക്ക് കൊളാബറേറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നോ? നമുക്ക് ആക്ച്വലി അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഷാബാസിന്റെ ബ്രദറാണ് നിഹാല്. സോ നിഹാൽ ഓൾറെഡി ഒരു നല്ല നെറ്റ്വർക്ക് ഉണ്ട്. സോ അപ്പോൾ ത്രൂ ആണ് നമ്മളെല്ലാം ചെയ്തത്, ഇൻഫ്ലുവൻസേഴ്സിലേക്ക് കണക്ട് ചെയ്ത്. നിഹാൽ നമ്മളെ കണക്ട് ചെയ്തിരുന്നു. നിഹാൽ ഏത് പേജ് നടത്തുന്നത്? നിഹാൽ അവന് ഓൾറെഡി നിഹാൽ നാരായൺ ജിറക്കൽ എന്ന് പറഞ്ഞിട്ട് അവന്റെ ഓൾറെഡി പേജ് ഉണ്ട്. പ്ലസ് നമ്മുടെ കോഴിക്കോട് ഒഫീഷ്യൽ കൂടിയാണ്. അപ്പോൾ അവൻ നമ്മളെ ഇൻഫ്ലുവൻസേഴ്സിനായിട്ട് കണക്ട് ചെയ്യുന്ന എന്റെ ബ്രദർ ഇങ്ങനെ ചെയ്യുന്ന ഒരു സംഭവമാണ്, അങ്ങനെ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനീഷ്യലി ഈസിലി ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യാൻ പറ്റി. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു വ്ളോഗിങ് ചെയ്യിപ്പിച്ചിട്ടില്ല. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ജസ്റ്റ് എന്താണ് ബാർട്ടർ സിസ്റ്റം പോലെ ജസ്റ്റ് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ വീഡിയോ ചെയ്ത് അത് സ്റ്റോറി ത്രൂ മാത്രമാണ് അപ്ഡേറ്റ് ചെയ്തത്. ബാക്കി നമ്മുടെ പേജിൽ മാത്രമാണ് അവരെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാർട്ടർ സിസ്റ്റം ആണ് ഇനീഷ്യൽ സ്റ്റേജസിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. ഫണ്ടിന്റെ കേസിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ അവർ പെയ്ഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. കാരണം ഇതുപോലെ വാട്ടർ ആയിട്ട് ചെയ്ത് അവർ വീഡിയോ ചെയ്ത് നമ്മൾ വാങ്ങിയിട്ട് നമ്മളെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാക്സിമം വീഡിയോസ് ഒക്കെ നമ്മൾ തന്നെ ഷൂട്ട് ചെയ്ത് കൊടുത്തു. ഇർഫാനെ പോയിട്ടായിരുന്നു അധികം ഷൂട്ട് ചെയ്ത് കൊടുത്തു. അവർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്തു. അവർക്ക് ഒരു എഫേർട്ട് ആണല്ലോ ഇതിൽ. അവരുടെ എഫേർട്ട് മാക്സിമം കുറച്ചു കൊടുക്കാനുള്ള രീതിയിൽ അങ്ങനെയാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് ഫസ്റ്റ് അപ്പൊ അത് ത്രൂ ആണ് ഫസ്റ്റ് സെയിൽ വന്നത് നിങ്ങൾക്ക്, നിങ്ങളെ കോഴിക്കോട്ടുകാർ പേജ് ത്രൂ അല്ലേ? നിങ്ങള് അല്ല ടാർഗറ്റ് വെച്ചിട്ടുണ്ടാവല്ലോ ഫസ്റ്റ് മന്ത് ഇത്ര സെയിൽ വെക്കണം എന്നുള്ളത്, അത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അത് പറഞ്ഞ പോലെ അതായത് നമ്മള് ഫസ്റ്റ് ഒരു 100 ബോക്സ് ചെയ്യാൻ വിചാരിച്ചത് ഫസ്റ്റത്തെ. അപ്പൊ ഫസ്റ്റ് 100 ബോക്സസ് ഒരു പെർ ബോക്സിന് എത്രയാണ് എമൗണ്ട് വരുന്നത്? അറൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 960 റുപ്പീസ് ആയിരുന്നു ഒരു ബോക്സിന് ഓഫർ പ്രൈസ് 960 റുപ്പീസ്. അപ്പൊ ഏകദേശം എത്ര വെയിറ്റ് ഉണ്ടാവും ഹലുവ? 2 kg 24 പീസ് അസോർട്ടഡ് ബോക്സ്. 2 kg. ഓരോരോ പീസസ് എത്ര വലുപ്പമാണ് വരുന്നത്? അറൗണ്ട് 90 to 100 ഗ്രാം ഉണ്ടാവും. 80 to 100 ഗ്രാം ആ റേഞ്ചിൽ വരും.
100 gram ഒരു piece. അൾട്ടിമേറ്റ്ലി 2 kg അടുത്തുണ്ടാവും. അങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു സ്ട്രഗിൾ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ആ ഒരു ഇതിൽ ആക്സസ്, പിന്നെ ഇത്രയും വർഷം മുന്നേ ഉള്ള അല്ലെങ്കിൽ ഇത്രയും പാരമ്പര്യമായിട്ട് കൊണ്ടുവന്ന ഒരു പ്രൊഡക്ഷൻ രീതിയാണ്. അപ്പൊ അതിന് നമ്മളൊരു അഭിപ്രായം പറയാന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ രീതിയിൽ തന്നെ അവർ ചോദിച്ചാൽ നമുക്ക് അവരുടെ കിട്ടാത്ത രൂപത്തിലാവും. നമുക്ക് ആ ഒരു 1 month തന്നെ അറൌണ്ട് 200 to 300 ബോക്സ് നമ്മൾ ആ ഒരു 1 month പീരീഡിൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റി. ഈ ഒരു മാർക്കറ്റിംഗ് പിന്നെ അന്ന് നല്ല രീതിയിൽ ആൾക്കാരെ ഏറ്റെടുത്ത് അക്സെപ്റ്റ് ചെയ്തു.